ബൾബ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അറിയാൻ കത്തുവോ ഇല്ലയോന്ന്. കത്തി കത്തി കത്തി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ എന്താണ് ക്രിസ്മസ് ട്രീയുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇത് കുറച്ച് ലീഫ് ഉള്ളു, പക്ഷെ നമുക്ക് ഉള്ള ലീഫ് നമുക്ക് ഇത് ഇങ്ങനെ വിടർത്തി വിടർത്തി ബുഫെന്നാക്കാം കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ, സ്നോ എഫക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ ലീഫിന്റെ അറ്റത്ത് നമുക്കൊരു വൈറ്റ് കളർ വരുന്നോണ്ട് തന്നെ കാണുമ്പോൾ ഒരു സ്നോ എഫക്റ്റ് വരും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഡിസംബർ എത്തി, ക്രിസ്മസ് ആയി. അപ്പൊ ഇന്നൊരു കുട്ടി ക്രിസ്മസ് വ്ലോഗാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് വീട് സ്റ്റാറും ട്രീ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്നത്. ഇവിടെ ആയിട്ടാണ് സ്റ്റാർ ഇടുന്നത്. അപ്പൊ വലിയ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ പെയ്താൽ നനയും. അതാണ് ഇത്രയും ദിവസമായിട്ട് ഇടാത്തത്. ഇതാണ് നമ്മുടെ സ്റ്റാർ. എറണാകുളം ബ്രോഡ്വേയിലെ മറ്റേ മേത്ര ബസാറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർ, നല്ല അഫോർഡബിൾ റേറ്റിൽ അവിടെ നിന്ന് കിട്ടും. നല്ല ക്രിസ്മസ് പാപ്പയൊക്കെ വരുന്നത്. പിന്നെ എന്താണ് ബെല്ല് വരുന്നുണ്ട്, സ്റ്റാറൊക്കെ വരുന്നത്. ഇതില് നമ്മുടെ ഇരിക്കുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊരു സിൽവർ, കാണാൻ നല്ല ഭംഗിയാണ്. ഗ്ലിറ്റർ വരുന്നൊരു നക്ഷത്രമാണ്, വാൽ നക്ഷത്രമാണ്. കുഞ്ഞിതല്ല, വാൽ നക്ഷത്രമാണ്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഇടണം, ഒന്ന് അവിടെ. നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. സാന്റാക്ലോസ് ഒക്കെ ഉണ്ട്, ബിസ്കിറ്റ് ഉണ്ട്, നമുക്ക് സ്റ്റാർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ തവണ മേത്ര ബസാറിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. എറണാകുളംകാർക്ക് മേത്ര ബസാർ കുറച്ച് ഫേമസ് ആയിരിക്കും, അല്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്. എറണാകുളം മാർക്കറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് റോഡ്, ബ്രോഡ്വേയിലുള്ള മേത്ര ബസാർ എന്ന് പറഞ്ഞൊരു റോഡ് ഉണ്ട് കേട്ടോ. അവിടെ ക്രിസ്മസിന് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റ്, അതായത് ഇപ്പൊ ഇതുണ്ട്, ഈ ചെറിയുടെ ഒരു പാക്കറ്റ് എനിക്ക് കിട്ടിയേക്കുന്നത് വെറും 35 രൂപയ്ക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചെണ്ടയെല്ലാം ഒറ്റ സെറ്റ് ആയിരിക്കും, ഇതിനും വെറും 35 രൂപ ഉള്ളൂ. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടും കേട്ടോ. ഞാൻ ഇതൊക്കെ സിംഗിൾ പീസസ് ആയിട്ട് വാങ്ങിയതാണ്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഈ തവണ വാങ്ങിയതാണ് കേട്ടോ. ഈ തവണ സ്റ്റാർ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മേത്ര ബസാറിന് സ്റ്റാർ വാങ്ങിയത്, അപ്പോൾ വാങ്ങിയതാണ്. കാരണം കഴിഞ്ഞ തവണത്തെ നമ്മുടെ ബെല്ലൊക്കെ ചെറുതാണ്. ഈ തവണ കുറച്ച് വലുത് വാങ്ങിച്ചു. വലുതിന് എനിക്ക് തോന്നുന്നു 50 റുപ്പീസ് ആണ് കേട്ടോ. ഇതിന് 50 റുപ്പീസ് ആണ്. 50 റുപ്പീസിന് എനിക്ക് തോന്നുന്നു 6 ബെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ ഇതും വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങി കേട്ടോ. ഇത് സ്നോ പോലെ ഇരിക്കുന്നത്, സൂം ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് സ്നോ പോലെ തോന്നും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 2 മീറ്റർ ഉണ്ട് കേട്ടോ നീളം. ഇതിന്റെ ലെങ്ത് വരുന്നത് 2 മീറ്റർ ആണ്. 30 രൂപയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ട്രീയിൽ വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാന്ന് കരുതി വാങ്ങിയതാണ്. കാരണം നല്ല ഭംഗിയാണ്, പെട്ടെന്ന് നോക്കി സ്നോ പോലെ തോന്നും. അങ്ങനെ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ എന്താണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. ഏട്ടൻ ലൈറ്റിന്റെ പരിപാടിയിലാണ് കേട്ടോ. സ്റ്റാറിനുള്ളിൽ ഇടാനുള്ള ലൈറ്റിന്റെ പരിപാടിയിലാണ്. വയറിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഇരുട്ടായിട്ടോ, ചെറിയൊരു കാറ്റുണ്ട്. ഇന്നും ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നമ്മുടെ ട്രീ ഉണ്ട്. ആദ്യം സ്റ്റാർ ഇടാന്ന് കരുതി കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ട്രീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. 3 തട്ടായിട്ടുള്ള കേട്ടോ. അതും നമ്മൾ മേത്ര ബസാറിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാം മേത്ര ബസാറാണ്. അപ്പൊ വയറിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ബൾബ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അറിയാൻ കത്തുവോ ഇല്ലയോന്ന്. കത്തി കത്തി കത്തി. സ്റ്റാർ കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റ് അടിക്കുമ്പോ അങ്ങ് തിളങ്ങുന്നു, വെള്ളി കളർ. കറക്റ്റ് ആണ്, ലെങ്ത് ഒക്കെ കറക്റ്റ് ആണ്. അപ്പം നമ്മൾ നക്ഷത്രം കിട്ടും കേട്ടോ. ബൾബ് എന്തായാലും കത്തിയതുകൊണ്ട് ആ ധൈര്യത്തിൽ നമുക്കിനി നക്ഷത്രം ഇടാം. മഴ പെയ്യാതെ ഇട്ടാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ സ്റ്റാർ ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ സീരിയൽ സെറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ബാൽക്കണി ഫുള്ള് സീരിയൽ സെറ്റ് ഇട്ട് അങ്ങ് ലൈറ്റ് ആക്കാൻ, കളറാക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. സീരിയൽ സെറ്റിൻ്റെ കളറും വരുന്ന ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ സീരിയൽ സെറ്റ് നമ്മൾ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് വന്നിട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ സീരിയൽ സെറ്റാണ്. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് കഴിഞ്ഞ് എടുത്ത് വെച്ച, പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത് വർക്ക് ആവില്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പിന്നെ ഏട്ടന് ഓടിപ്പോയി ചെക്ക് ചെയ്തിട്ടോ. കാരണം ഫുൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോഴേക്കും ഭാഗ്യം കത്തുന്നുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ.
വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർ ഇട്ടു, പിന്നെ സീരിയൽ സെറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. സീരിയൽ സെറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടി പോവാണ്. സ്നോയും കൂടി വരുന്ന ഒരു ട്രീ ആണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം. അറ്റത്ത് സ്നോയുടെ ഒരു എഫക്റ്റ് വരും. 3 തട്ടായിട്ടാണ് വരുന്നത്. 3 തട്ടിൻ്റെയാണ് വാങ്ങിച്ചത്. ഇതാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. ഇതാണ് കേട്ടോ ഇതിന്റെ ബേസ് വരുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ഇങ്ങനെ എടുത്ത് വെക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഇതിന്റെ മുകളിലേക്ക് ഇനി 2 തട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെന്തായാലും അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇത് കുറച്ച് ലീഫേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഉള്ള ലീഫ് നമുക്ക് ഇത് ഇങ്ങനെ വിടർത്തി വിടർത്തി ബുഫെന്നാക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ, സ്നോ എഫക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ ലീഫിന്റെ അറ്റത്ത് നമുക്കൊരു വൈറ്റ് കളർ വരുന്നതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു സ്നോ എഫക്റ്റ് വരും. അല്ലാതെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ളത് കൊണ്ട് ഫുൾ വൈറ്റ് ആയിട്ടുള്ള ട്രീ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും മിക്സ് ചെയ്താണ് വാങ്ങിച്ചത്. പിന്നെ ബാൽക്കണിക്ക് ഇത്രേ ഏരിയ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും ബുഫാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് സെക്കൻഡ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെക്കൻഡും നമുക്കിങ്ങനെ ബുഫാക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഇതിങ്ങനെ തിരിച്ചും വളച്ചൊക്കെ കൊടുക്കാം. നമ്മൾ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ സീരിയൽ സെറ്റ് വെച്ചു, ട്രീ അറേഞ്ച് ചെയ്തിട്ടോ. ഇനി ട്രീ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ ഐറ്റം വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഫൈനൽ ലുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്.